രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 18-ാം അധ്യായം 39-ാമത്തെ വചനം. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 39-ാമത്തെ വചനം. ജനം എല്ലാം അത് കണ്ട് കവിണ്ണു വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ ഗൗരവമായി നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം, വാസ്തവത്തിൽ ഈ ദൈവമുണ്ടോ? ദൈവം ഉണ്ടോ? ഇത് നമുക്ക് നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒരു ചോദ്യമല്ല. ജീവിതം തികച്ചും അർത്ഥശൂന്യമായി കൊണ്ടിരിക്കുന്ന നാളുകളിൽ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ വർഷം ജനുവരി ആദ്യ വാരം കോട്ടയം പാലായിൽ വെച്ചൊരു പ്രഭാഷണ പരമ്പര നടന്നു. അതിൽ ഡോക്ടർ എതിരൻ കതിരവൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു സയന്റിസ്റ്റ്, US ചിക്കാഗോ ബേസ് ചെയ്ത് ഒരു സയന്റിസ്റ്റായി ജോലി ചെയ്യുന്ന ഡോക്ടർ എതിരൻ കതിരവൻ, അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തി. അപ്പൊ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്, നമ്മളെല്ലാവരും ഒരു AI കാലത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മളെല്ലാവരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലാണ്, നമ്മളെല്ലാവരും AI യുഗത്തിലാണ്. അപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഒരുപാട് ഡോക്ടർമാരുടെ ആവശ്യമൊന്നും വരില്ല. നമ്മുടെ ശരീരമൊക്കെ കീറിമുറിക്കാൻ പോകുന്നത് റോബോട്ടുകളായിരിക്കും, അല്ലെങ്കിൽ AI നിശ്ചയിച്ചിരിക്കുന്ന പ്രോഗ്രാം അനുസരിച്ചായിരിക്കും ചികിത്സകൾ നിർവഹിക്കുക. പിന്നെ നമ്മുടെ ഈ റോഡിൽ കൂടെയൊക്കെ ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾ ഓടും. പല രാജ്യങ്ങളിലും അതിപ്പോഴേ നിലവിലുണ്ട്. പിന്നെ നമ്മൾ കുത്തിയിരുന്ന് കാണാപ്പാടമൊന്നും പഠിക്കില്ല. പരീക്ഷ, കാണാപ്പാടം അതൊക്കെ അപ്രസക്തമാകും. പകരം നമ്മുടെ ശരീരത്തിൽ ചില ചിപ്പുകൾ ഘടിപ്പിക്കും, അല്ലെങ്കിൽ നാം അണിയുന്ന കണ്ണാടിയിൽ വിവരങ്ങൾ കടലുപോലെ നമുക്ക് അറിയാവുന്ന തരത്തിൽ കാണാപ്പാടൊന്നും ഇല്ലാതെ വിജ്ഞാന രംഗം ഒരു പുതിയ കുതിച്ചുചാട്ടത്തിന് ഇടയാകും. പിന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ക്യാഷ്, നോട്ടുകളും കറൻസിയൊക്കെ അപ്രസക്തമാകും. ഡിജിറ്റൽ കറൻസി അതിപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ തന്നെ മൊബൈലിൽ സ്കാൻ ചെയ്താണ് പല വിനിമയങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം തന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: ഗോഡ്, ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതികളും ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളും എല്ലാം മാറി പറയുകയാണ്, എല്ലാം സാരമായി വ്യത്യാസപ്പെടുകയാണ്. ഈ ഒരു വെല്ലുവിളി ഗൗരവത്തോടെ നമ്മൾ സമീപിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ അർത്ഥശൂന്യമാണ്. ഈ ഒരു ചോദ്യം നമ്മൾ വളരെ ഗൗരവമായി ഏറ്റെടുക്കണം. ഞാൻ മുമ്പ് ശുശ്രൂഷ ചെയ്ത പളുകൽ സഭയിൽ നല്ല പ്രായമുള്ള ഒരു ഡീക്കൻ, അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, അച്ഛാ, പഴയതുപോലെ മരണ വീടുകളിൽ പാടാനൊന്നും ആളില്ല. പണ്ടാണെങ്കിൽ ഈ ഡീക്കന്മാരും അച്ഛന്മാരും ഒക്കെ മരണ വീടുകളിൽ ഇരുന്ന് ചില മണിക്കൂറുകളൊക്കെ പാടും. അപ്പോൾ ഈ മരണ വീട്ടിന് വലിയ ആശ്വാസമാണ്, അവർക്കൊരു വലിയ പ്രത്യാശയാണ്. അപ്പൊ പാടാൻ ആളില്ലാത്തത് കൊണ്ട് അച്ഛനൊരു സഹായം ചെയ്തു. ഈ പ്രത്യാശ ഗാനങ്ങൾ ഇതെല്ലാം കൂടെ ഒരു CD-യിലാക്കി തന്നാൽ മരണ വീട്ടിൽ ഒരു ചെറിയ ബോക്സ് കൊണ്ടുവയ്ക്കാം. അപ്പൊ അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. സത്യത്തിൽ പാട്ടുകാരുടെ ആവശ്യമില്ല. അപ്പൊ ഞാൻ വളരെ രസകരമായി അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിലൊരു മരണം നടന്നാൽ ആ വീട്ടുകാർ പള്ളിയിലേക്ക് വരും, 20 രൂപ കൊടുത്തൊരു CD വാങ്ങും, അതിൽ ആരാധനയും ആശീർവാദവും ഉൾപ്പെടെ എല്ലാം ഉണ്ടായിരിക്കും. അച്ഛന്മാരുടെ പോലും ആവശ്യമില്ല. എന്തിനാണ് ആലയം? എന്തിനാണ് ആരാധന? ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ 1 രാജാക്കന്മാർ 18-ാം അധ്യായം വ്യക്തമായ ചില സൂചനകൾ നമുക്ക് നൽകും. ഈ അധ്യായത്തിന് ഒരു തലക്കെട്ട് കൊടുക്കാൻ പറഞ്ഞാൽ 1 രാജാക്കന്മാർ 18-ാം അധ്യായം നമുക്ക് ഇങ്ങനെ കൊടുക്കാം: കർമ്മേലിലെ പരീക്ഷണം, ദ ഡിവൈൻ കോൺടെസ്റ്റ് ഓഫ് മൗണ്ട് കാർമൽ. കർമ്മേലിലെ പരീക്ഷണം. എന്താണ് പരീക്ഷണം? 2 വ്യത്യസ്ത അനുഭവങ്ങൾ തമ്മിൽ പരീക്ഷിക്കുകയാണ്. 1, ആരാണ് സത്യദൈവം? 2, സത്യദൈവം, യഥാർത്ഥ ദൈവം എന്ന് ഉണ്ടെങ്കിൽ സത്യത്തിൽ ഈ വിജാതീയ ദൈവവും ഇല്ലയോ? ഇങ്ങനെ സത്യദൈവവും വിജാതീയ ദൈവവും തമ്മിലുള്ള സംഘർഷമാണ് 1 രാജാക്കന്മാർ 18-ാം അധ്യായം. ഈ 2 ദൈവങ്ങളെ സംബന്ധിച്ചും വ്യക്തമായിട്ട് ആ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. സത്യദൈവം അസാധാരണമായ ശക്തിയുടെ ഉറവിടമാണ്. സത്യദൈവം എന്ന അധ്യായത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും അസാധാരണമായ ശക്തി. പിന്നെ ഈ ദൈവത്തെ സൈന്യങ്ങളുടെ ദൈവം എന്നാണ് അഭിസംബോധന ചെയ്യുക. മറ്റൊരു കാര്യം, പലപ്പോഴും തീയിൽ കൂടി വെളിപ്പെടുന്ന ദൈവം,
അഗ്നിയിൽ വെളിപ്പെടുന്ന ദൈവം. ഇതാണ് സത്യദൈവത്തെ കുറിച്ചുള്ള ഒരു വിവരണം. എന്നാൽ വിജാതീയ ദൈവം ബാൽദേവൻ, ആ ബാൽദേവൻ മഴ, ഇടി, മിന്നൽ എന്നിവയുടെ ദേവനാണ്. ബാൽ വിഗ്രഹങ്ങൾ ബാൽദേവന്റെ അടയാളങ്ങളാണ്. രക്തം ചൊരിയുന്നത് മഴ പെയ്യാനുള്ള മായാവിദ്യയാണ് എന്നാണ് ബാൽദേവന്റെ ജീവിതം പഠിപ്പിക്കുന്നത്. രക്തം ചൊരിഞ്ഞാൽ മഴ കിട്ടും. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ സത്യദൈവത്തിന് സാക്ഷിയാകാൻ നിയോഗിക്കപ്പെട്ടയാളാണ് ഏലിയാ പ്രവാചകൻ. സത്യദൈവത്തിന് വേണ്ടി ഒറ്റയാൾ ശബ്ദമാണെങ്കിലും സധൈര്യം ആഹാബിന്റെ സൈന്യത്തിന്റെ മുൻപാകെ സത്യദൈവത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിച്ച വളരെ വ്യത്യസ്തനാണ് ഏലിയാ പ്രവാചകൻ. താരതമ്യമില്ലാത്ത, പകരം വെക്കാനാകാത്ത ഒരു പ്രവാചകൻ ഏലിയാവ്. പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17, 18, 19 അധ്യായങ്ങളിൽ ഏലിയാവിലൂടെ സംഭവിച്ച ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് കിട്ടും. അസാധാരണമായ പേരുള്ള പ്രവാചകൻ ഏലിയാവ്, അസാധാരണമായ നിയോഗം ലഭിച്ച ഏലിയാവ്, അസാധാരണമായ ദൈവത്തിന്റെ കരുതൽ ലഭിച്ച ഏലിയാവ്, അസാധാരണമായ ദൗത്യം നിർവഹിച്ച ഏലിയാവ്. ഏലിയാവ് എന്ന പദം ഏൽ യാവ്, അതിന്റെ അർത്ഥം യഹോവയാണ് എന്റെ ദൈവം, യഹോവയാണ് എന്റെ നാഥൻ എന്നാണ് ഏലിയാവ്, ഏൽ യാവ് എന്ന പദത്തിന്റെ അർത്ഥം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1-ാമത്തെ വാക്യം, തിസ്ബ്യനായ ഏലിയാവ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്ന് ഇസ്രായേൽ ഭരിച്ചിരുന്ന ആഹാബ് രാജാവിനോട് ഏലിയാവ് പറയുന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി ഈ നാട്ടിൽ മഴ ഉണ്ടാവുകയില്ല. അപ്പോൾ ജീവിതത്തിലെ അതികഠിനമായ പ്രതിസന്ധികളിലൂടെയൊക്കെ ഏലിയാവ് കടന്നു പോകുമ്പോൾ ദൈവം ഏലിയാവിനോട് പറയുന്നത് കെരീത്ത് തോട്ടിനരികത്തേക്ക് പോകാനാണ്. വേനലുണ്ടായാൽ, മഴയില്ലാതായാൽ ആദ്യം വറ്റുന്നത് തോടുകളാണ്, കിണറുകളോ കുളങ്ങളോ അല്ല. പക്ഷേ ഈ തോടുകൾ വറ്റുന്ന അനുഭവത്തിൽ ഏലിയാവിനെ ദൈവം തോട്ടിലേക്ക് അയക്കുകയാണ്. എങ്കിലും അവിടെ ഒരു നന്മയുണ്ടായി. എന്താണ് നന്മ? ഏലിയാവിന്റെ നിലനിൽപ്പിന് കെരീത്ത് തോട്ടിനരികെ അപ്പവും ഇറച്ചിയുമായി ദൈവം കാക്കയെ അയച്ചു. പക്ഷേ ഇന്നത്തെ പോലെ മനോഹരമായി പൊതിഞ്ഞ് മിനുസമുള്ള കടലാസുകളിൽ വളരെ വൃത്തിയായിട്ടൊന്നുമല്ല ആ കാക്ക കൊണ്ട് കൊടുത്തത്. പിന്നെ വായിൽ കടിച്ചു പിടിച്ച് തന്നെ ആയിരിക്കണം. പക്ഷെ ചോദ്യം ഇതാണ്, എവിടെ നിന്നാണ് കാക്കയ്ക്ക് ഈ അപ്പവും ഇറച്ചിയും കിട്ടിയത്? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എവിടെ നിന്നായിരിക്കും? കാരണം ആ ദേശത്തുനിന്ന് ആഹാരത്തിന്റെ സാധ്യതയേ ഇല്ല. ആകെ കൂടി ആഹാരമുള്ളത് ആഹാബിന്റെ അരമനയിൽ മാത്രമാണ്, ആഹാബിന്റെ കൊട്ടാരത്തിൽ മാത്രമാണ്. അങ്ങനെയെങ്കിൽ നിസ്സംശയം നമുക്ക് പറയാം, ആഹാബിനെ പേടിച്ച് ഒളിച്ചിരുന്ന ഏലിയാവിന് ആഹാബിന്റെ അടുക്കളയിൽ നിന്ന് തന്നെ അപ്പവും ഇറച്ചിയും കിട്ടുകയാണ്. നമ്മളൊക്കെ പാടാറുണ്ടല്ലേ, ശത്രുക്കൾക്ക് മുൻപാകെ മേശയൊരുക്കുന്ന ദൈവം. ശത്രുവിന്റെ ഭവനത്തിൽ നിന്ന് തന്നെ ആഹാബിനെ പേടിച്ചിരുന്ന ഏലിയാവിന് ആഹാരം ക്രമപ്പെടുത്തി ദൈവീക ശുശ്രൂഷയെ, നിയോഗത്തെ നടത്തുന്ന ദൈവം. ഇതാണ് അസാധാരണമായ കരുതൽ ലഭിച്ച വ്യക്തിയാണ് ഏലിയാവ് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവനിയോഗം ഏറ്റെടുത്ത ഏലിയാവ് അതിന്റെ പരിസമാപ്തിയിലെത്തുമ്പോൾ ആ വാക്യമാണ് കുറിവാക്യമായി വായിച്ചത്. ജനമെല്ലാം അത് കണ്ടു. അസാധാരണമായി നടക്കാൻ ഒരു സാധ്യതയില്ലാത്ത കാര്യങ്ങൾ ഏലിയാവിനോട് നടക്കുമ്പോൾ ജനം അത് കാണുകയും യഹോവയാണ് ദൈവം, യഹോവയാണ് ദൈവം എന്ന് ജനങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ അരക്കിട്ട് ഉറപ്പിക്കുമാറ് ഏലിയാവ് തന്റെ പ്രവർത്തനത്തിലൂടെ അസാമാന്യമായി ദൈവത്തെ തെളിയിച്ചയാളാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ. എന്ത് കണ്ടിട്ടാണ് ജനം വിശ്വസിച്ചത്? എന്ത് കണ്ടിട്ടാണ് ദൈവത്തോടുള്ള ബന്ധം, നഷ്ടപ്പെട്ടു പോയ ദൈവിക ബന്ധം ഇസ്രായേൽ പുനഃസ്ഥാപിച്ചത്? സത്യദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക എന്നതാണല്ലോ പ്രവാചകന്മാരുടെ ദൗത്യം. അങ്ങനെയെങ്കിൽ എന്ത് കണ്ടിട്ടാണ് ഈ ജനം യഹോവയാണ് ദൈവം എന്ന് വിശ്വസിച്ചത്? BC 9-ാം നൂറ്റാണ്ട് ഇസ്രായേലിന്റെ അധപതനത്തിന്റെ കാലഘട്ടമാണ്. സത്യദൈവത്തെ സൗകര്യപൂർവ്വം മറന്ന കാലഘട്ടമാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 30-33 വാക്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ രാജാവിന് കൂട്ട് ഇസ്രായേൽ രാജ്ഞിയാണ്, വിജാതീയ രാജ്ഞി. ഈ ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നത് പോലെ ദൈവജനത്തെ നടത്തുവാൻ, തെറ്റുകൾ തിരുത്തുവാൻ,
ശരിയായത് ഗ്രഹിക്കാൻ ഒരു പ്രവാചക ഗണം ഈ ആഹാബിന്റെയും ഇസബേലിന്റെയും ഒപ്പമുണ്ട്. പ്രോഫിറ്റിക് ഗൈഡ് എന്നാണ് അവർ വിളിക്കാറ്. ഒരു കൂട്ടം പ്രവാചകന്മാരുണ്ട്. പക്ഷെ പ്രവാചകന്മാർ അവരുടെ സ്വന്തം രക്ഷ, സ്വന്തം ദേഹം, സ്വന്തം സ്വാർത്ഥത നോക്കി ആഹാബിന്റെ കൊട്ടാരത്തിലെ സുഖസമൃദ്ധിയും മൃഷ്ടാന്ന ഭോജനവും കൊണ്ട് അവരങ്ങനെ കഴിഞ്ഞു കൂടുകയാണ്. ദൈവിക സത്യം വെളിപ്പെടുത്തേണ്ട പ്രവാചകന്മാർ ആഹാബ് നൽകുന്ന താൽക്കാലിക സുഖങ്ങളിൽ അഭിനയിക്കുമ്പോൾ ആ പശ്ചാത്തലത്തിൽ വ്യത്യസ്തനായ ഏലിയാവ് ദൈവത്തിന്റെ പ്രവൃത്തി സധൈര്യം ഘോഷിക്കുകയാണ്. ഇത്രയും പ്രവാചകന്മാര് ആഹാബിനോടൊപ്പം ചേർന്ന് സത്യദൈവത്തെ മറച്ചു പിടിക്കുമ്പോൾ ഏലിയാവ് പറയുന്നു, മഴ പെയ്യുകയില്ല. സത്യദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം ഏലിയാവ് ഭയം കൂടാതെ കൊട്ടാരത്തിൽ ഘോഷിക്കുകയാണ്. പുതിയ നിയമത്തിൽ ഏതാണ്ട് 20ഓളം പ്രാവശ്യം ഈ ഏലിയാവിനെ കുറിച്ച് പരാമർശമുണ്ട്. ഏലിയാവ് ആരും കൂടെയില്ലെങ്കിലും, രാജ്യം എതിരായിരുന്നിട്ടും, അധികാരം എതിരായിരുന്നിട്ടും, ചുറ്റുപാടുകൾ എതിരായിരുന്നിട്ടും സത്യദൈവത്തെ ഘോഷിച്ച പ്രവാചകനാണ്. അസാധാരണമായ വിശ്വാസം, ആഴമായ വിശ്വാസം, വിട്ടുവീഴ്ചയില്ലാത്ത വിശ്വാസം. അതുകൊണ്ടാണ് ഏലിയാവിന്റെ ആത്മാവ്, ഏലിയാവിന്റെ ശക്തി എന്നൊക്കെ പുതിയ ദൈവത്തിൽ ഘോഷിക്കുന്നത്. ക്രിസ്തുവിനോടും ജനം ചോദിച്ചു, യേശു കർത്താവിനോട് ഒരിക്കൽ ജനം ചോദിച്ചു, നീ ഏലിയാവാണോ? എന്താണ് ഏലിയാവ് ചെയ്തത്? ഒരു വലിയ പന്തയം നടക്കുകയാണ്. 1 രാജാക്കന്മാർ 18 ഒരു വലിയ പന്തയം. എന്താണ് പന്തയം? ഇസ്രായേലിന്റെ ദൈവമാണോ ശക്തൻ, അതോ വിജാതീയ ദൈവമായ ബാൽ ദേവനാണോ ശക്തൻ? ഇവർ തമ്മിലുള്ള മത്സരം നടക്കുകയാണ്. കർമ്മേൽ പർവ്വതത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പന്തയം നടക്കുന്നത്. ഏലിയാവ് ആഹാബ് രാജാവിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് തിരുത്തുമ്പോൾ ആഹാബ് മറുപടിയായി ഒരു ചോദ്യം ഉയർത്തി. ആഹാബ് ചോദിക്കുന്നത്, എന്നെ പഠിപ്പിക്കാനാണോ നീ വന്നത്? ഇസ്രായേലിന്റെ ദൈവമാണോ നിന്നെ അയച്ചത്? ഏലിയാവ് പറഞ്ഞു, തീ കൊണ്ട് ഉത്തരം അരുളുന്നവനാണ് യഥാർത്ഥ ദൈവം, അഗ്നിയിലൂടെ ഇടപെടുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം. അപ്പോൾ പന്തയം ഇതാണ്. ബാലിന്റെ 450 പ്രവാചകന്മാർ, 450 പുരോഹിതന്മാർ, ഇസ്രായേലിനോടൊപ്പമുള്ള അശേരയുടെ ഏതാണ്ട് 400ഓളം പ്രവാചകന്മാർ, 450ഉം 400 എല്ലാം കൂടി 850 പ്രവാചകന്മാർ ബാൽ ദേവന്റെ വശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവർ രാവിലെ മുതൽ യാഗാർപ്പണവും പ്രാർത്ഥനയും തുടങ്ങി. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 26-ാമത്തെ വാക്യം. ബാൽ ദേവനാണ് ശരിയായ ദൈവം എന്ന നിലയിൽ 850ഓളം പ്രവാചകന്മാർ രാവിലെ മുതൽ ഉച്ചവരെ അവർ പ്രാർത്ഥിച്ചു. ആടിയും തുള്ളിയും ചാടിയും അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 28-ാമത്തെ വാക്യം. അവർ ഉറക്കെ നിലവിളിച്ചു, പതിവ് പോലെ രക്തം ഒഴുകുമ്പോഴും വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. ഞാൻ ആമുഖത്തിൽ പറയുന്ന പോലെ രക്തം ചൊരിഞ്ഞാൽ മഴ ലഭിക്കും എന്നതാണ് ബാൽദേവനെ കുറിച്ചുള്ള ഒരു സങ്കല്പം. 29-ാമത്തെ വാക്യം. ഇവർ രാവിലെ മുതൽ പ്രാർത്ഥിച്ചിട്ടും ആടിയും തുള്ളിയും ചാടിയും രക്തം ചിന്തിയും ഒക്കെ പ്രാർത്ഥിച്ചിട്ടും ഒരു ശബ്ദമോ ഒരു ഉത്തരമോ ലഭിച്ചില്ല. ബാൽദേവൻ അനങ്ങുന്നില്ല. കർമ്മേൽ പർവ്വതമുകളിൽ ഒരു വശത്ത് 850 പുരോഹിതർ പ്രവാചകർ രാവിലെ മുതൽ ഉച്ചവരെ ബാൽദേവനോട് നിലവിളിച്ചിട്ടും, ബാലെ ഉത്തരമരുളണമേ എന്ന് നിലവിളിച്ചിട്ടും മറുപടിയില്ല. ഇനി ഏലിയാവിന്റെ ഊഴമാണ്. ഇസ്രായേലിന്റെ ദൈവം ശക്തനാണ് എന്നിനി തെളിയിക്കാനുള്ള ബാധ്യത ഏലിയാവിനാണ്. ആ സാഹചര്യം നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം. സത്യത്തിൽ ഏലിയാവിന്റെ മനസ്സിൽ ഒരു കടലിരമ്പം. നോക്കൂ, സത്യത്തിന്റെ തൂക്കവും മാറ്റവും അറിയിക്കാൻ ഒരു പ്രപഞ്ചം തന്നെ തന്റെ മുൻപിൽ നിൽക്കുകയാണ്. ഏലിയാവിന് ഇവിടെ സത്യദൈവത്തെ തെളിയിച്ചേ പറ്റൂ. ജീവനും മരണത്തിനും ഇടയിലാണ് ഏലിയാ പ്രവാചകൻ. കാരണം ഇസ്രായേലിന്റെ ചരിത്രം ഇനി അറിയപ്പെടുന്നത് ഇപ്പോൾ എന്ത് സംഭവിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ പന്തയം തോറ്റാൽ ആഹാബും ഇസ്രായേലും കൂടി ചേർന്ന് ഏലിയാവിനെ കൊല്ലും. ഇസ്രായേലിന്റെ ചരിത്രം തന്നെ ഇല്ലാതാണ്. ഇസ്രായേൽ എന്ന ദൈവത്തിന്റെ ജനം, സഭ, അതിന് സാരമായ ബുദ്ധിമുട്ടുണ്ടാകും. ഏലിയാവ് സ്വർഗത്തിലേക്ക് നോക്കി. ഇതാ കാർമേഘങ്ങൾക്കിടയിൽ സർവശക്തന്റെ വെളിച്ചം ഏലിയാവ് കാണുകയാണ്. ഒരു ജനസമൂഹത്തിന്റെ മുൻപാകെ, ഒരു രാജ്യ സമൂഹത്തിന്റെ മുൻപാകെ ആരാണ് സത്യദൈവം എന്ന് തെളിയിക്കേണ്ട നിർണായകമായ നിമിഷത്തിൽ ഏലിയാവ് ദൈവത്തിലേക്ക് നോക്കി.
ഏലിയാവ് വെളിച്ചം കാണുകയാണ്. 1770 തോബിയാസ് റിങ്കൽ ചോബയെ കണ്ട സത്യത്തിന്റെ വെളിച്ചം, വേദമാണിക്യം മഹാരാജൻ ദേശികർ കണ്ട സത്യത്തിന്റെ വെളിച്ചം, സാമുവൽ ബെറ്റീറും ചാൾസ് ബീഡും ജോൺ കോക്സും ഒക്കെ കണ്ട സത്യത്തിന്റെ വെളിച്ചം, നൂറ്റാണ്ടുകളായി അണയ്ക്കാൻ ശ്രമിച്ചിട്ടും അണയാതെ തെളിഞ്ഞു കത്തുന്ന ഈ സത്യത്തിന്റെ വെളിച്ചം ഏലിയാവ് കാണുകയാണ്. കർമ്മേൽ മലയുടെ മുകളിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ ഏലിയാവ് ചെയ്തു. ഈ കാര്യങ്ങൾ ജനം കണ്ടപ്പോൾ യഹോവയാണ് ദൈവം എന്ന സാക്ഷ്യം ജനങ്ങളിൽ നിന്ന് ഉണ്ടായി. 1 രാജാക്കന്മാർ 18 അധ്യായം 30 വാക്യം, ജനക്കൂട്ടത്തെ ഏലിയാവ് അരികിലേക്ക് വിളിക്കുകയാണ്. കം നിയർ ടു മീ. ജനക്കൂട്ടത്തെ അരികിലേക്ക് വിളിക്കുകയാണ്. വാസ്തവത്തിൽ ഈ ജനക്കൂട്ടം എന്ന് പറയുന്നത് ഒരു അപകടം പിടിച്ച വാക്കാണ്. ജനക്കൂട്ടത്തിന്റെ മാനസിക അവസ്ഥ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ജനക്കൂട്ടത്തിന്റെ നില കൃത്യമാകണം എന്നില്ല. ഡെമോക്രസിയേക്കാൾ മോബോക്രസിയാണ് പ്രാധാന്യമുള്ള അനുഭവമായി നിലനിൽക്കുന്നത്. ആ കൂട്ടത്തെ കാണിച്ച് സത്യത്തെയും ധർമ്മത്തെയും തമസ്കരിക്കുന്ന ഒരു കാലത്തും ലോകത്തുമാണ് നമ്മൾ ജീവിക്കുന്നത്. കം നിയർ ടു മീ. ഏലിയാവ് വിളിക്കുകയാണ്. ഏലിയാവ് അവരെ വിളിക്കുമ്പോൾ ഏലിയാവിന്റെ വിളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ ഒരു കൂട്ടത്തിന് വേണ്ടിയല്ല, ഒരു ആൾക്കൂട്ടമാകാനല്ല ഏലിയാവ് വിളിക്കുന്നത്. ദൈവവും ഒത്തുചേർന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗം ആകാൻ വേണ്ടിയാണ്. ഒരു കൂട്ടത്തിൽ നിന്ന് കൂട്ടായ്മയിലേക്ക് ഏലിയാവ് വിളിക്കുകയാണ്. സത്യദൈവം വെളിപ്പെടുമ്പോൾ, യഥാർത്ഥ ദൈവം ഇതാ സാക്ഷ്യമാകുമ്പോൾ, കൂട്ടത്തിൽ നിന്ന് കൂട്ടായ്മയിലേക്ക് ഏലിയാവ് വിളിക്കുകയാണ്. ഫ്രം ക്രൗഡ് ടു കമ്മ്യൂണിറ്റി. കൂട്ടത്തിൽ നിൽക്കുന്നതിനേക്കാൾ തോട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഫലമുണ്ടാവുക എന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു പ്രസിദ്ധമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഏലിയാവ് ആ ജനത്തെ ദൈവവുമായി ഒത്തുകൊണ്ട ഒരു കൂട്ടായ്മ അനുഭവത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് നിർത്തുകയാണ്. ആ ജനത്തെ വിളിക്കുമ്പോൾ 3 കാര്യങ്ങൾ സംഭവിച്ചു. 1, ദൈവത്തോടുള്ള ജനത്തിന്റെ ബന്ധം പുനഃസ്ഥാപിച്ചു. മാറി നിന്ന ജനം ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നു. 2, നഷ്ടമായ ജനങ്ങൾ തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇഷ്ടമില്ലാത്തവരെയും ചേർത്ത് പിടിച്ചു. നമുക്ക് അടുത്ത് നിൽക്കുന്ന സഹോദരങ്ങളെ കാണാതെ നമ്മുടെ അക്ഷികൾക്ക് വെളിപ്പെടാത്ത ദൈവത്തെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? ജനങ്ങൾ തമ്മിലുള്ള ആ ബന്ധം അരക്കിട്ടുറയ്ക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി സംഭവിച്ചു. തങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവും കൂടി പുനഃസ്ഥാപിച്ചു. ഓരോരുത്തരും ദൈവം മുൻപാകെ ആരാണ് എന്ന് തിരിച്ചറിയുകയാണ്. അങ്ങനെയെങ്കിൽ ഏലിയാവ് ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി നടത്തിയത് കൂട്ടത്തെ കൂട്ടായ്മയാക്കി മാറ്റി എന്നുള്ളതാണ്. 2, 1 രാജാക്കന്മാർ 18 അധ്യായം 30 വാക്യം, അവിടെ പറഞ്ഞിരിക്കുന്നത് ഇടിഞ്ഞുകിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. ഇടിഞ്ഞുകിടന്ന യാഗപീഠം പുനഃസ്ഥാപിച്ചു. ആഹാബിന്റെ ദുർഭരണം കൊണ്ട് ഫലം ഇല്ലാതെ ഇടിഞ്ഞുകിടന്ന ഇടം ആ യാഗപീഠത്തെ പഴുത് പുതുക്കി പൈതൃക നിലവാരത്തിൽ ആരാധന പുനഃസ്ഥാപിച്ചു. ഏലിയാവ് യാക്കോബിനെ മറന്നില്ല. എ പ്രോപ്പർ പ്ലേസ് ഫോർ വർഷിപ്പ് അവിടെ പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. 3, ഒരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. 1 രാജാക്കന്മാർ 18 അധ്യായം 46 വാക്യം, എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു, അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുൻപായി ഓടി. പ്രവാചകന്മാർ നടത്തിയ ഒരുപാട് അത്ഭുതങ്ങൾ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കാറുണ്ട്. പക്ഷേ കർമ്മേലിൽ നിന്ന് ഇസ്രായേൽ വരെ ഓടി ഏതാണ്ട് 27 കിലോമീറ്റർ അരമുറുക്കി. ദൈവത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരാൾക്കും ഇത് ചെയ്യാൻ കഴിയൂ. അസാധാരണമായ അനുഭവം ഏലിയാവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ദൈവമുണ്ടോ? ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ 2 പ്രബലമായ ശക്തികൾ ഒരു മത്സരം, ഒരു പന്തയം നടത്തുകയാണ്. ഈ പന്തയത്തിൽ സത്യദൈവത്തിന്റെ സാക്ഷിയാകാൻ വിളിക്കപ്പെട്ട പ്രവാചകൻ ഏലിയാവാണ്. ഏലിയാവ് ഈ ജനത്തെ സാക്ഷി നിർത്തി സർവശക്തനായ ദൈവത്തോട് നടത്തിയ ഇടപെടൽ 3 കാര്യങ്ങൾ സംഭവിച്ചു. 1, കൂട്ടത്തിൽ നിന്ന് കൂട്ടായ്മയിലേക്ക്. ഫ്രം എ ഗ്യാദറിംഗ് ടു ജെനുവിൻ ഫെലോഷിപ്പ്, ഫ്രം എ ക്രൗഡ് ടു കമ്മ്യൂണിയൻ. ദൈവത്തിന്റെ ജനം എന്ന് പറയുന്നത് കേവലം ഒരു കൂട്ടമല്ല, ഒരു കൂട്ടായ്മയാണ്. കേവലം ഒരു ഗ്യാദറിംഗ് അല്ല, ഒരു ജെനുവിൻ ഫെലോഷിപ്പാണ്. അതാണ് സത്യദൈവത്തിന്റെ സാക്ഷികൾക്ക് വന്ന പരിവർത്തനം. 2, ഇടിഞ്ഞിടുന്നതിൽ നിന്ന് ഇഴയെടുപ്പമുള്ള അനുഭവത്തിലേക്ക് മാറ്റി. ഫ്രം റൂയിൻസ് ടു റിന്യൂവൽ. ഇടിഞ്ഞിടുന്ന യാഗപീഠത്തെ പണിത്
ആരാധനയ്ക്ക് അനുയോജ്യമായ ഒരു യാഗപീഠത്തെ ഉയർത്തുവാൻ ഏലിയാവിലൂടെ സാധ്യമാവുകയാണ്. 3, സാധാരണ അനുഭവത്തിൽ നിന്ന് അസാധാരണമായ അനുഭവത്തിലേക്ക്, ഫ്രം ഓർഡിനറി ടു ആൻ എക്സ്ട്രാ ഓർഡിനറി. എന്തെല്ലാം വെല്ലുവിളികൾ ഉണ്ടായാൽ ഈ വിശുദ്ധ വേദപുസ്തകത്തെ കത്തിച്ച് ചാമ്പലാക്കി സമീപത്തെ നദികളിൽ ഒഴുക്കി ഇനി ഈ സത്യം പുറംലോകം കാണില്ല എന്ന് ഉറപ്പുവരുത്തിയ എത്രയോ അനുഭവങ്ങളിൽ നിന്ന് തിളക്കമുള്ള സത്യദൈവം, സത്യവചനം ഇന്നും നിലനിൽക്കുന്നുവെങ്കിൽ ഈ പുതിയ കാലഘട്ടം ഉയർത്തുന്ന വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാണ്. സത്യദൈവം യാഥാർത്ഥ്യമാണ്, സത്യദൈവം പരമാർത്ഥമാണ്. ഏലിയാവ് സാക്ഷിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷികളായി താൽക്കാലികമായ ബാൽ വിഗ്രഹങ്ങളെ, ബാൽ ദേവന്റെ താൽക്കാലിക സമ്മാനങ്ങളെ നിഷേധിക്കുന്നിടത്ത് ഈ സത്യദൈവത്തിന്റെ സാക്ഷികളായി നമ്മൾ മാറും. ആ ദൈവികരായി ആത്മീയരായി നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താൻ ഈ വചനങ്ങളിലൂടെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഏലിയാവ് കാട്ടിത്തന്ന അനുഗ്രഹീതമായ മാതൃക ഈ ദൈവം ജീവിക്കുന്നു എന്നത് നമ്മിലൂടെയും നമ്മുടെ കൂട്ടായ്മകളിലൂടെയും നടപ്പിലാകട്ടെ. ആമേൻ.